മൂന്നാം വട്ടം മോദി മന്ത്രിസഭ അധികാരത്തിലേറുമ്പോൾ ബി.ജെ.പി. ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന അവരുടെ സഖ്യകക്ഷികളായ ടി.ഡി.പിയെയും ജെ.ഡി.യുവിനെയുമാണ്. പക്ഷേ ഇവരെ മാത്രം ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് ബി.ജെ.പി. നേതൃത്വത്തിന് നന്നായി അറിയാം. കാരണം അനവധി ബില്ലുകൾ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അംഗങ്ങളുടെ പിന്തുണയും ആവശ്യമുണ്ട്. ഇവിടെയാണ് അവരുടെ പഴയ വിശ്വസ്തരായ പങ്കാളി DMK-യുമായി ബി.ജെ.പി. കൂടുതൽ അടുക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ബി.ജെ.പി. DMK നേതാക്കൾ പങ്കെടുക്കുന്ന അനവധി ചടങ്ങുകളാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കുറേ വ്യത്യസ്തമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി DMK-യുടെ ഭരണം സ്റ്റാലിൻ ആവശ്യപ്പെടുന്നൊരു പ്രധാന കാര്യം ചെന്നൈ മെട്രോ രണ്ടാം ഘട്ട പദ്ധതിക്ക് കേന്ദ്രം ഫണ്ട് അനുവദിക്കണം, അത് ആരംഭിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു. വളരെ കാലമായി അത് സ്റ്റാലിൻ ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ്. ഈ ആവശ്യം ഉന്നയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്റ്റാലിൻ പ്രധാനമന്ത്രിയെ കണ്ടത്. അതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ അണ്ണാമലയുടെ, വിദേശത്താണ് അണ്ണാമല, ഇപ്പോൾ അണ്ണാമലയുടെ ഒരു ട്വീറ്റ് പ്രത്യക്ഷപ്പെടുന്നു. അതിൽ അണ്ണാമല പറയുന്നു, തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായൊരു പദ്ധതിയാണ്, അതിന് കേന്ദ്രം ഫണ്ട് അനുവദിക്കുമെന്ന് തങ്ങൾ കരുതുന്നു എന്ന് ബി.ജെ.പി. തമിഴ്നാട് ഘടകത്തിൻ്റെതായ ഒരു പോസ്റ്റിൽ അണ്ണാമല പറയുകയും ചെയ്തു. അതിൻ്റെ ഒരാഴ്ച കഴിയുമ്പോൾ കേന്ദ്രം 7000 കോടി രൂപ തമിഴ്നാടിന് അനുവദിക്കുന്നു. അതായത് ജെ.ഡി.യുവും ടി.ഡി.പിയും കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കുന്ന സംസ്ഥാനമായി തമിഴ്നാട് മാറുകയാണ്. ഇതിന് നന്ദി അറിയിച്ചുകൊണ്ട് സ്റ്റാലിൻ രംഗത്തെത്തുന്നു. അതായത് സ്റ്റാലിൻ ഈ വിഷയം അവതരിപ്പിക്കുന്നു. മുൻപ് നിർമ്മല സീതാരാമൻ നിരസിച്ച ഒരു ഫണ്ടാണ്, നിരസിച്ച ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ സ്റ്റാലിൻ പ്രധാനമന്ത്രിയെ കാണുന്നു. പ്രധാനമന്ത്രിയെ കണ്ടതിന് 2 ദിവസങ്ങൾക്ക് ശേഷം തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ അണ്ണാമല ഇതേ ആവശ്യം ഉയർത്തി ഒരു പോസ്റ്റ് ചെയ്യുന്നു. അതായത് പ്രത്യക്ഷത്തിൽ ബി.ജെ.പി. കൂടി ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഫണ്ട് കിട്ടിയതെന്ന് വരുത്തി തീർക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം. ഏതായാലും ഫണ്ട് അനുവദിച്ചതോടുകൂടി തന്നെ ജെ.ഡി.യുവിനും ടി.ഡി.പിക്കും ഇടയിൽ DMK കൂടി ഒരു സ്ഥാനം ഉറപ്പിക്കുന്നതായി രാഷ്ട്രീയ നേതാക്കൾ കരുതുന്നു. ഇതിനിടയിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരിന് ഏറെ തലവേദന സൃഷ്ടിച്ച ഒരു വ്യക്തിയായിരുന്നു RN രവി, അതായത് തമിഴ്നാട് ഗവർണർ. ഈ അടുത്ത സമയത്ത് ഉദയനിധി സ്റ്റാലിനും RN രവിയും പങ്കെടുക്കുന്ന അനവധി ചടങ്ങുകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇതിനെക്കുറിച്ച് DMKയുടെ ഒരു നേതാവ് പറയുന്നത്, ഗവർണർ ഒരുപാട് മാറിപ്പോയി എന്നാണ്. രാഷ്ട്രീയമില്ലെങ്കിലും അങ്ങനെയൊക്കെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.